ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളും നല്ല രുചികരവുമായ ഒരു നാടൻ റെസിപ്പിയാണ് മത്തൻ ചമ്മന്തി. വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചുരുക്കം ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ചെറിയൊരു മത്തൻ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 വെളുത്തുള്ളി, ഒരു സവാളയുടെ ചെറിയൊരു കഷ്ണം. ഈ സവാളയുടെ 4-5 സ്ലൈസ് മാത്രമേ ഞാൻ ചമ്മന്തിയിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു 3 വറ്റൽ മുളക്, നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി ആവശ്യമായിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി വറ്റൽമുളക് ഇട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. വറ്റൽമുളകൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് സവാള സ്ലൈസസ് ചേർത്ത് കൊടുക്കാം. സവാള ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണൊന്നും വേണ്ട. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മത്തൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് മത്തൻ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് മത്തൻ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വരും. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ മത്തൻ കഷ്ണങ്ങളെല്ലാം വളരെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. ഇനി നമുക്കിതെല്ലാം കൂടെ ഇട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പൊടിയും കൂടി നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. മുളകും പുളിയും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മത്തൻ കഷ്ണങ്ങളും കൂടി ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല രുചികരമായ നമ്മുടെ മത്തൻ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇഡ്ഡലിയുടെയോ ദോശയുടെയോ ചോറിൻ്റെയോ എന്തിനൊപ്പം കഴിച്ചാലും വളരെ നന്നായി പോകുന്ന ഒരു സിമ്പിൾ നാടൻ ചമ്മന്തിയാണിത്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയ അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.